ഹേഗിലെ കോടതി മുറിയിൽ പാകിസ്ഥാൻ കാത്തിരുന്നു, പക്ഷെ ഇന്ത്യ വന്നില്ല. എന്ന് മാത്രമല്ല, നിങ്ങൾക്കോ നിങ്ങളുടെ കോടതിക്കോ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ എന്തധികാരം എന്ന ഒരൊറ്റ ചോദ്യത്തിൽ അന്താരാഷ്ട്ര നീതിന്യായ പീഠത്തെ പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ് ഭാരതം. അതെ, അതിർത്തിക്കപ്പുറം വെള്ളം കിട്ടാതെ നിലവിളികൾ ഉയരുമ്പോൾ ഭീകരവാദത്തിന്റെ കണക്ക് തീർക്കാതെ ഒരൊറ്റ വെള്ളം തരില്ല എന്ന് നെഞ്ചു വിരിച്ചു പറയുന്ന ഒരു പുതിയ ഇന്ത്യയാണ് നമ്മൾ കാണുന്നത്. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് നെതർലാൻഡിലെ ഹേഗ് ആർബിട്രേഷൻ കോടതി പുറപ്പെടുവിച്ച സകല ഉത്തരവുകളും ഇന്ത്യ തള്ളിക്കളഞ്ഞു. ബഗ്ലിഹാർ കിഷൻഗംഗ ജലവൈദ്യുത പദ്ധതികളുടെ ലോഗ് ബുക്കുകൾ ഹാജരാക്കാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ജലസംഭരണത്തിന്റെ അളവ് പരിശോധിക്കാനാണ് പാകിസ്ഥാൻ കോടതിയെ സമീപിച്ചത്. എന്നാൽ നിങ്ങൾക്കതിന് നിയമസാധുതയില്ല എന്ന് മുഖത്തടിച്ച പോലൊരു മറുപടിയാണ് ന്യൂഡൽഹി നൽകിയത്. സാങ്കേതിക തർക്കങ്ങൾ പരിഹരിക്കാൻ കരാറിലെ വ്യവസ്ഥ പ്രകാരം ഒരു ന്യൂട്രൽ എക്സ്പെർട്ടിനെ വയ്ക്കുന്നതിന് പകരം കുറുക്ക് വഴിയിലൂടെ ആർബിട്രേഷൻ കോടതിയെ സമീപിച്ച പാകിസ്ഥാന്റെ തന്ത്രം ഇന്ത്യ പൊളിച്ചടുക്കി. ഫെബ്രുവരി 2, 3 തീയതികളിൽ കോടതി വാദം കേൾക്കാനിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യയുടെ കസേര ഒഴിഞ്ഞു തന്നെ കിടക്കും. ഇന്ത്യയുടെ അനുവാദമില്ലാതെ, ഇന്ത്യയുടെ അസാന്നിധ്യത്തിൽ എന്ത് നടപടി സ്വീകരിച്ചാലും അത് വകവച്ച് തരില്ലെന്ന് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അങ്ങേയറ്റം വ്യക്തവും ശക്തവുമാണ്. ഈ കടുത്ത നിലപാടിലേക്ക് ഇന്ത്യ എത്തിയത് പെട്ടെന്നൊരു സുപ്രഭാതത്തിലല്ല. കൃത്യം 1 വർഷം മുൻപ് 2025 ഏപ്രിൽ 22 പഹൽഗാമിൽ പാകിസ്ഥാൻ ഭീകരർ നടത്തിയ ക്രൂരമായ ആക്രമണം ഇന്ത്യ മറന്നിട്ടില്ല. അന്ന് ഏപ്രിൽ 23 മോദി സർക്കാർ എടുത്ത ആ ചരിത്രപരമായ തീരുമാനം, സിന്ധു നദീജല കരാർ മരവിപ്പിക്കുക എന്നത് വെറുമൊരു താക്കീതായിരുന്നില്ല, അതൊരു പ്രഖ്യാപനമായിരുന്നു. രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകില്ല എന്ന ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് വാക്കുകളിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് മാറിയ നിമിഷമായിരുന്നു അത്. ഇന്ത്യയുടെ ഈ നീക്കം പാകിസ്ഥാനെ ശരിക്കും ശ്വാസം മുട്ടിക്കുകയാണ്. പാകിസ്ഥാന്റെ കൃഷിയുടെ 90% സിന്ധു നദിയിലെ വെള്ളത്തെ ആശ്രയിച്ചാണ്. തർബേല, മംഗ്ല അണക്കെട്ടുകളിൽ വെള്ളം വറ്റി വരളുന്നു. കുടിവെള്ളത്തിനും കൃഷിക്കും വകയില്ലാതെ പാകിസ്ഥാൻ ജനത വലയുമ്പോൾ അന്താരാഷ്ട്ര കോടതികളിൽ കയറിയിറങ്ങി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാമെന്നത് പാകിസ്ഥാന്റെ വ്യാമോഹം മാത്രമാണ്. ആ പഴയ ഇന്ത്യ മരിച്ചുപോയി എന്ന് പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദ് ഇനിയെങ്കിലും തിരിച്ചറിയണം. ഭീകരവാദത്തിന്റെ ഫാക്ടറികൾ അടച്ചുപൂട്ടാതെ ഇന്ത്യയുമായി ജലസഹകരണം സ്വപ്നം പോലും കാണേണ്ടതില്ല. ഹേഗിലല്ല, ഏത് കോടതിയിൽ പോയാലും ഇന്ത്യയുടെ പരമാധികാരത്തിന് മുകളിൽ ആരും വരില്ല എന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്തുകയാണ് ന്യൂഡൽഹി. വെള്ളം ചോദിക്കുന്നവർ ആദ്യം മനുഷ്യരാകണം, അയൽക്കാരാകണം. അതിന് ഇനിയും തയ്യാറാകാത്ത പാകിസ്ഥാൻ ഈ പ്രതിസന്ധി സ്വയം ചോദിച്ചു വാങ്ങിയതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.